അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അദദ മാ അഹാത ബിഹി ഇൽമുക് വഖത്തഹു ഖലമുക് വഅഹ്സാഹു കിതാബുക് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ കഅബത്തുൽ മുക്കറമയുടെ ചാരത്ത്, ആ കഅബയുടെ തണലിൽ വളർന്നു എന്ന് പറയാൻ പറ്റുന്ന വിധമാണ് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിൽ വളർന്നത്. കഅബയോട് ചാരിയായിരുന്നു മഹദിയുടെ വീടുണ്ടായിരുന്നത്. ആ കഅബയുടെ ചാരത്ത് വളർന്നു വന്ന മക്കയിലെ വർത്തക പ്രമുഖയായ, ഏറ്റവും വലിയ ധനാഢ്യയായ, തറവാടുകൊണ്ടും സ്വഭാവ മഹിമ കൊണ്ടും മുന്തി നിൽക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ മൈസറത്ത് എന്ന അടിമയോടൊപ്പം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷാമിലേക്ക് കച്ചവടത്തിനയക്കുകയും വലിയ വിജയവുമായി ആ കച്ചവട സംഘം തിരിച്ചു വരികയും ചെയ്തതിൻ്റെ ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് തൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് മഹദി കണ്ട ആ കാഴ്ചയും അത് സത്യമാണോ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി വീണ്ടും മടക്കി അയക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ ശേഷം തൻ്റെ അടിമയായ മൈസറത്ത് ഷാമിലേക്കുള്ള യാത്രയിലും മടങ്ങി വരുമ്പോഴും ഷാമിൽ വെച്ചുമുണ്ടായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നൽകിയതിൻ്റെ ശേഷം മഹദി ഖദീജ റളിയല്ലാഹു അൻഹ നേരെ പോകുന്നത് വറഖത്ത് ബിൻ നൗഫൽ എന്നയാളുടെ അരികിലേക്കാണ്. വറഖത്ത് ബിൻ നൗഫൽ മഹദി ഖദീജ ബീവിയുടെ പിതാവിൻ്റെ സഹോദര പുത്രനാണ്. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്ത് അനുസരിച്ച് ശരിയായ രീതിയിൽ ജീവിച്ചു വരുന്ന നല്ല ഒരാളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. ആ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് തൻ്റെ ഈ കച്ചവടത്തിൻ്റെ വിവരവും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും വറഖത്ത് ബിൻ നൗഫലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്, യാ ഖദീജ, ഖദീജ, ഇൻകാന ഹാദാ ഹഖൻ ഫമുഹമ്മദുൻ നബിയ്യു ഹാദിഹിൽ ഉമ്മ ഇന്നി ഖദ് അറഫ്തു അന്നഹു കായിനുൻ ലിഹാദിഹിൽ ഉമ്മത്തി നബിയ്യും മുന്തളർ. നീ പറഞ്ഞതൊക്കെയും സത്യമാണെങ്കിൽ ഈ സമുദായത്തിൻ്റെ നബിയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വേദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സമുദായത്തിനൊരു നബി വരാനുണ്ട് എന്ന്. നീ പറഞ്ഞ കാര്യങ്ങൾ അത്രയും സത്യമാണെങ്കിൽ അത് നബിയാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മഹദി ഖദീജ ബീവിയോട് വറഖത്ത് ബിൻ നൗഫൽ പറയുകയാണ്. മഹദി അത് കേൾക്കുന്നു, മനസ്സിൽ വെക്കുന്നു. അവിടെ നിന്ന് മഹദി മടങ്ങിപ്പോരുന്നു. പ്രസിദ്ധ ചരിത്ര പണ്ഡിതർ മഹാനായ ഇബ്നു ഇസ്ഹാഖ് എന്നിവർ പറയുന്നു, അന്ന് മക്കയിലെ സ്ത്രീകൾക്കൊരു വഴക്കമുണ്ടായിരുന്നു. വർഷത്തിൽ ഒരു ദിവസം അവരുടെ ആഘോഷ ദിവസമാണ്. മക്കയിലെ സ്ത്രീകളെല്ലാവരും പുറത്തേക്കിറങ്ങി പ്രത്യേകം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവരാഘോഷിക്കുന്ന ഒരു ദിവസം. ഒരു വർഷം അവരെല്ലാവരും ആഘോഷിക്കാനിറങ്ങി. കൂട്ടത്തിൽ മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുമുണ്ട്. അവരുടെ അരികിലേക്കൊരു ജൂതൻ കടന്നു വരികയാണ്. ഈ ജൂതൻ വന്നുകൊണ്ട് സ്ത്രീകൾ മാത്രമുള്ള ആ സദസ്സിലേക്ക് കയറി വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഒരു നബി വരാനായിരിക്കുന്നു, അവസാന നാളിൽ ഒരു നബി വരാനുണ്ട്, ഹാദാ അവാനുഹു, ആ നബിയുടെ കാലമാണിത്. നിങ്ങളിൽ ആർക്കെങ്കിലും ആ നബിയുടെ ഭാര്യയാവാൻ, ഇണയാവാൻ അവസരം ലഭിച്ചാൽ നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കണമെന്ന് സ്ത്രീകൾ മാത്രമുള്ള സദസ്സിലേക്ക് ഈ ജൂതൻ വന്നുകൊണ്ട് പറയുമ്പോൾ സ്ത്രീകളെല്ലാവരും ഇദ്ദേഹത്തെ കല്ലെടുത്ത് എറിഞ്ഞോടിക്കുകയാണ്, ഇദ്ദേഹത്തെ ചീത്ത വിളിക്കുകയാണ്. മഹദി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനൊന്നും പറഞ്ഞില്ല, എൻ്റെ കൂടെയുള്ള സ്ത്രീകൾ ചെയ്തതുപോലെ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ അതും മനസ്സിൽ വെച്ചു. ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എൻ്റെ കച്ചവട യാത്രയും കഴിഞ്ഞ് മൈസറ എന്നിലേക്ക് വരുന്നത്. മൈസറത്തിൽ നിന്ന് മുഹമ്മദിനെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരങ്ങളെല്ലാം ഞാൻ കേട്ടപ്പോൾ മേഘം തണല് വിരിച്ചതും നെസ്തൂറ എന്ന പുരോഹിതൻ പറഞ്ഞതും ലാത്തയെയും മുസ്സയെയും പിടിച്ച് സത്യം ചെയ്യില്ല എന്ന് പറഞ്ഞതടക്കമുള്ള വിവരങ്ങളൊക്കെയും കേട്ടപാടെ
മഹദി മൈസറയോട് പറയുന്നത്, ഇൻകാന മാ ഖാലൽ യഹൂദിയു ഹഖൻ ഫമാ ളാക ഇല്ലാ ഹുവ. അന്നെന്നോടാ യഹൂദി പറഞ്ഞിരുന്നത്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ആഘോഷിക്കുന്ന വേളയിൽ ഞങ്ങളിലേക്ക് കടന്നു വന്ന് ആ ജൂതൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഫമാ ളാക ഇല്ലാ ഹുവ, ആ നബി ഈ മുഹമ്മദ് തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ മൈസറത്തിനോട് പറയുകയാണ്. തൻ്റെ പിതൃവ്യ പുത്രൻ വറഖത്ത് ബിൻ നൗഫലിൽ നിന്നും നബിയാണ് എന്ന വിവരം ലഭിക്കുന്നു. എല്ലാം തൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ മഹദിയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത വിരിയുകയാണ്. ഈ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, തൻ്റെ ഇണയാക്കി മാറ്റാൻ അവസരം ലഭിക്കുമോ എന്ന് ആഗ്രഹിക്കുകയാണ്. അന്ന് മഹദിക്ക് 40 വയസ്സ് പ്രായമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് 25 വയസ്സ് പ്രായമാണ്. ഖദീജ ബീവിയുടെ വയസ്സിൽ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സാധാരണ പറയപ്പെടാറുള്ളതും പ്രസിദ്ധമായതും മഹദിക്ക് 40 വയസ്സാണ് എന്ന അഭിപ്രായമാണ്. 40 വയസ്സ് പ്രായമായ സമയത്താണ് 25കാരനായ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുമോ എന്ന ആഗ്രഹം മഹദിയുടെ മനസ്സിലേക്ക് ജനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ നായകരായ, നന്മയുടെ പ്രവാചകരായ, ഈ ലോകത്തിൻ്റെ വഴികാട്ടിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഇണയെ അള്ളാഹു കൊണ്ടുവരാൻ വഴിയൊരുക്കുകയാണ്. മഹദിയുടെ ഈ ആഗ്രഹം തൻ്റെ കൂടെയുള്ള ഒരു സ്ത്രീയോട് പറയുന്നു. മുഹമ്മദിനോട് അന്വേഷിക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വിടുന്നു. ഈ സ്ത്രീ ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നത്, യാ മുഹമ്മദ് മാ യംനഉക അൻ തതസവ്വജ്, മുഹമ്മദ് എന്താ നിങ്ങൾ വിവാഹം കഴിക്കാത്തത്? 10-25 വയസ്സ് പ്രായമായില്ലേ, നിങ്ങൾ എന്താണ് വിവാഹം കഴിക്കാത്തത്? നിങ്ങൾക്കതിൽ താല്പര്യമില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിക്കാനുള്ള ഒരു സാമ്പത്തിക നിലയിലല്ല ഇപ്പോൾ ഞാനുള്ളത്. ഈ പെണ്ണ് പറയുന്നത്, നിങ്ങളെ ഏറ്റവും കുലീനയായ, നല്ല തറവാടിൽ പിറന്ന, നല്ല സമ്പന്നയായ, നിങ്ങളെ എല്ലാവിധത്തിലും നോക്കുന്ന, നിങ്ങളെ അതിയായ രീതിയിൽ സ്നേഹിക്കുന്ന, എല്ലാവിധ സമ്പത്തും നിങ്ങൾക്ക് നൽകാൻ തയ്യാറായ ഒരു പെണ്ണ് നിങ്ങളെ ആ പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ പോവാൻ തയ്യാറാണോ? അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, മൻഹിയ, ആരാണവൾ? ആരാണ് എന്നെ അങ്ങനെ ക്ഷണിക്കുന്നത്? അവർ പറയുന്നു, അത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ റസൂല് സമ്മതം മൂളുകയാണ്. തൻ്റെ പിതൃവ്യൻ അബൂ താലിബിനോട് ചോദിച്ചതിന് ശേഷം പിതൃവ്യൻ അബൂ താലിബും ഹംസ റളിയല്ലാഹു അൻഹുവും അസദ് ഗോത്രത്തിലേക്ക് പോവുകയാണ്. ഖദീജ ബീവിയുടെ ഗോത്രം അസദ് ഗോത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതാമഹന്മാരിൽ തറവാട് ചെന്നു മുട്ടുന്ന മാതാവിൻ്റെ പരമ്പരയിലൂടെയും പിതാവിൻ്റെ പരമ്പരയിലൂടെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതാമഹന്മാരിലേക്ക് പരമ്പര ചെന്നെത്തുന്ന അസദ് ഗോത്രക്കാരിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹുവും അബൂ താലിബ് എന്നവരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടതോഴനായിരുന്ന, കൂട്ടുകാരനായിരുന്ന, ജാഹിലിയത്തിലും ഇസ്ലാമിലും നബിയുടെ കൂട്ടുകാരനായിരുന്ന സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള ഒരു വൻ സൈന്യം ഖുറൈശികളുടെ നേതാക്കളുമായി ഖദീജ ബീവിയുടെ വീട്ടിലേക്ക്, അസദ് ഗോത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി അബൂ താലിബ് എന്ന തൻ്റെ പിതൃവ്യർ നല്ല സുന്ദരമായ അറബിയിൽ നല്ല അർത്ഥവത്തായ ഒരു ഖുതുബ ഓതുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയത്തി ഇബ്രാഹീം വസർഇ ഇസ്മാഈൽ വളിഇ മഅദ്ദിം വഉൻസുരി മുളർ വജഅലനാ ഹളനത ബൈതിഹി വസവാസ ഹറമിഹി വജഅല ലനാ ബൈതൻ മഹ്ജൂജൻ വഹറമൻ ആമിന. അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഈ മഹത്തായ കഅബയെ ഞങ്ങൾക്ക് നൽകിയ, ലോകമാസകലമുള്ള ജനങ്ങളെല്ലാവരും വരുന്ന ഈ കഅബയെ, ഈ പവിത്രമായ നാടിനെ ഞങ്ങൾക്ക് നൽകിയ, ഈ നാടിൻ്റെ സംരക്ഷകരാക്കി ഞങ്ങളെ മാറ്റിയ, വജഅലനൽ ഹുക്കാമാലന്നാസ്, ജനങ്ങളുടെ എല്ലാവരുടെയും മേൽ വിധികർത്താക്കളാക്കിയ, നല്ല തറവാടിൽ പിറന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും സന്താന പരമ്പരയിൽ ഞങ്ങളെ പെടുത്തിയ, മഅദ്ദിൻ്റെയും മുളറിൻ്റെയും കുടുംബ പരമ്പരയിൽ ഞങ്ങളെ കൊണ്ടുവന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് സുന്ദരമായ അറബ് ഭാഷയിൽ നല്ല അർത്ഥവത്തായ ഖുതുബ ഓതിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി അബൂ താലിബ് എന്നവർ അവിടെ നിന്ന് പറയുന്നത്, ഇന്ന ബിനാഖി ഹാദാ മുഹമ്മദ്, എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഞങ്ങൾ നല്ല ഖുറൈശികളാണ്, കാണാൻ ഭംഗിയുള്ളവനാണ്, എല്ലാവരും അല്ലമീൻ എന്ന് വിശേഷിപ്പിക്കുന്നവനാണ്, എല്ലാവരാലും വാഴ്ത്തപ്പെടുന്നയാളാണ്.
ഈ മുഹമ്മദിനെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഖദീജ അന്വേഷിച്ചത്. ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ, ഖദീജയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നല്ല സുന്ദരമായ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി അബൂ താലിബ് എന്നവർ ഹംസ റളിയല്ലാഹു അൻഹുവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അടക്കമുള്ള ഖുറൈശി പ്രമുഖന്മാരുടെ മുമ്പിൽ വെച്ച് ഖുത്ബ ഓതിയതിന് ശേഷം വറഖത്ത് ബിൻ നൗഫൽ എന്നയാളാണ് പ്രതികരിക്കുന്നത്. ഖദീജ ബീവിയുടെ പിതൃവ്യപുത്രനാണ് വറഖത്ത് ബിൻ നൗഫൽ എന്നവർ. അദ്ദേഹവും സുന്ദരമായ അറബിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതത്രയും സത്യമാണ്, നിങ്ങളുടെ എല്ലാ മേന്മകളും ഞങ്ങൾ അംഗീകരിക്കുന്നു, ഖുറൈശി തറവാടിൽ പിറന്ന നിങ്ങളെയെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളും അതേ പരമ്പരയിൽപ്പെട്ടവരാൻ, ഞങ്ങളതിന് തയ്യാറാണ്. ഞങ്ങളുടെ ഈ മകൾ ഖദീജയെ മുഹമ്മദിന്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനിതാ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് നല്ല രീതിയിൽ വിവാഹത്തിന്റെ വാക്യം ഉപയോഗിച്ചുകൊണ്ട്, വിവാഹം ചെയ്യാനുള്ള, നിക്കാഹ് ചെയ്യാനുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് വറഖത്ത് ബിൻ നൗഫൽ എല്ലാവരെയും സാക്ഷി നിർത്തി വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അബൂ താലിബ് എന്നവർ പറയുന്നത് ഖദീജ ബീവിയുടെ എളാപ്പയുണ്ടല്ലോ അംർ, അദ്ദേഹവും ഒന്ന് പറയട്ടെ എന്നാണ്. ഖദീജ ബീവിയുടെ പിതാവ് ഖുവൈലിദ് എന്ന് പറയുന്നവർ ഇതിനു മുമ്പേ മരണപ്പെട്ടു പോയവരാണ്. ഈ വിവാഹത്തിന്റെ സദസ്സിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രസിദ്ധമായതും പ്രബലമായതും ബഹുഭൂരിഭാഗം ചരിത്ര പണ്ഡിതന്മാരും വിവരിക്കുന്നത് ഖുവൈലിദ് എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ പിതാവ് ഇതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ്. അംർ എന്ന് പറയുന്ന തന്റെ എളാപ്പയുണ്ടല്ലോ, അദ്ദേഹം കൂടി ഒന്ന് വിവാഹത്തിന്റെ വാക്യം പറയട്ടെ എന്ന് അബൂ താലിബ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ, ഇന്നി ഉശ്ഹിദുക്കും, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇതാ സാക്ഷി നിർത്തി പറയുന്നു, എൻ്റെ സഹോദരപുത്രൻ ഖദീജയെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന് ഞാനിതാ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് നല്ല അറബ് ഭാഷയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൽ എങ്ങനെയാണോ നിക്കാഹിന്റെ പദം പറയേണ്ടതെങ്കിൽ അതേ പദത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഖുറൈശി പ്രമുഖന്മാർ, സിദ്ദീഖ് എന്നവരടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ ഇതിനൊക്കെയും സാക്ഷ്യം വഹിക്കുകയാണ്. അവരെല്ലാവരും കേൾക്കുകയാണ്. ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിവാഹം അവിടെ വെച്ച് നടക്കുകയാണ്. അതിനുശേഷം ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹം നടന്ന ഉടനെ തന്നെ നല്ല ഒട്ടകത്തെ അറുത്തുകൊണ്ട് നല്ല ഒരു വലീമ, ഒരു സദ്യ അവിടെ ഒരുക്കുകയാണ്. അവിടെ ഒരുമിച്ച് കൂടിയവർക്കൊക്കെയും ഭക്ഷണം നൽകുകയാണ്. നല്ല സ്ത്രീകൾ അവിടെ നിന്ന് ദഫ് മുട്ടി പാട്ടുപാടുകയും ചെയ്യുകയാണ്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും നല്ല ഒട്ടകത്തായിരുന്നു മഹദി ഖദീജ റളിയല്ലാഹു അൻഹക്ക് മഹറായി നൽകിയിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിലേക്ക്, നബിയുടെ ജീവിതത്തിലേക്ക്, ലോകത്തിൻ്റെ നായകരായ അള്ളാഹുവിൻ്റെ ഹബീബായ ഈ ലോകത്തിൻ്റെ വഴികാട്ടിയായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്ന ആ ഭാഗ്യവതി, അള്ളാഹുവിൻ്റെ റസൂലിന് ജനിച്ച എല്ലാ മക്കളുടെയും ഉമ്മയാവാൻ, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മകനല്ലാത്ത ബാക്കി എല്ലാ മക്കളുടെയും ഉമ്മയാവാൻ, മാതാവാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ആ ഭാഗ്യവതി, അള്ളാഹുവിൻ്റെ റസൂലിന് നുബുവത്ത് കിട്ടിയതിന് ശേഷവും തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അള്ളാഹുവിൻ്റെ ഹബീബിന് താങ്ങും തണലുമായി നിന്നിരുന്ന, തൻ്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിച്ച, അള്ളാഹുവിൻ്റെ റസൂലിന് കൂട്ടായി നിന്നിരുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ആ ഭാഗ്യവതിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ചാവട്ടെ ഇനി അല്പം വിവരണം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.